ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. വസുക്കളുടെ ശാപകാരണ വൃത്താന്തം. ജഗ്നുജമന്ദാകിനി ഞാനെടോ ഹൈമവതി വന്നതും അത്ര ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥമായി. ആപവമുനിവരൻ ശാപത്താൽ വസുക്കളും ഭൂപതേ തവ സുതന്മാരായുദ്ഭവിച്ചിതു. യമുനാപുത്രൻ വരുണാത്മജൻ വസിഷ്ഠനാമമിത തപോബലമെഴുമാപവൻ മുന്നം കനകാചലപാർശ്വേ വിപിനെ മനോഹരെ മുനി നിർജയ യക്ഷഗന്ധർവ നിഷേവിതേ ശോഭനമായുള്ളൊരു പർണശാലയും തീർത്തു. താപസൻ അനുദിനം തപസാ വാഴും കാലം ദക്ഷനന്ദനയായ സുരഭി തന്നെയന്നു മുഖ്യനാമാപവനു കൊടുത്തു കാശവനും. യാമുനായ മുനിശ്രേഷ്ഠനാമാശ്രഭൂവി ഹോമധേനുവിനോടും വാഴുന്ന കാലത്തിങ്കൽ ഹേമശൈലേന്ദ്രപ്രസ്ഥെ വസുക്കളൊരു ദിനം കാമിനീ ജനത്തോടും ക്രീഡിച്ചു നടക്കുമ്പോൾ കാനനെ വീതഭയം സഞ്ചരിച്ചിടും നേരം കാണായി മുനിശ്രേഷ്ഠൻ തന്നെ പശുവിനെ. ദക്ഷണേധര പ്രമുഖന്മാരാം വസുക്കളും ലക്ഷണയുതയായ ധേനുതൻ ഗുണങ്ങളാൽ വിസ്മിത ചിത്തന്മാരായി തത്ര നിന്നിടുന്നേരം സസ്മിതം ചൊല്ലിടിനാൾ തൽക്കനിഷ്ടാത്മേശ്വരി. ഭർത്താവേ കണ്ടീലയോ മുഗ്ധയാം പശുവിനെ, മർത്യഭോഗത്തിനിവൾ യുക്തയല്ലെന്നു തോന്നും. ഗോവിനെ കണ്ട നേരം ദ്യോവിനോടാശ കൈക്കൊണ്ടീ വണ്ണം പറഞ്ഞവളോടുടൻ ദ്യോവും ചൊന്നാൻ. കാമിനീ കുലമൗലിമാലികേ കേട്ടാലും നീ യാമുനമുനിയുടെ ഹോമഗോവിദുനൂനം. തത്തപോവനമിതം സത്യലോകത്തിനൊക്കും ചിത്തമോഹനങ്ങളാം ചിത്രങ്ങൾ കണ്ടീലേ നീ. ഇപ്പശുക്ഷീരം പാനം ചെയ്തിടും ജനങ്ങൾക്കു പിൽപ്പാടൊരാപത്തുകൾ